ഭ്രാന്തുള്ള ആൾക്കാരാണ് ചെവിയിൽ ചെമ്പരത്തിപ്പൂവ് വെക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഈ ചെമ്പരത്തിപ്പൂവും ഈ ഭ്രാന്തും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും പറയും നിനക്ക് പറ്റിയ പൂവ് ഇതാണ്, ചെവിയിൽ വെച്ചോ എന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ചെമ്പരത്തിപ്പൂവും ഈ ഭ്രാന്തും തമ്മിലുള്ള ബന്ധം എന്ന്? ഞാനിപ്പോൾ ഈ ചെമ്പരത്തി കിട്ടിയ സമയത്ത് ആലോചിച്ചൊരു സംഭവമാണ്. ഇതിനെ വെച്ചിട്ടാണ് ഒരു ഭ്രാന്തനെ നമ്മൾ പറയുക. ഇവന് ചെമ്പരത്തിപ്പൂവിൻ്റെ കുറവുണ്ട് എന്ന് പറയും, അല്ലെ ഇവന് ചെമ്പരത്തിപ്പൂവ് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഇത്രയും കാലമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്താണ് ഈ ചെമ്പരത്തിപ്പൂവും ഭ്രാന്തനും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്? ഏതായാലും എനിക്ക് പറ്റിയ പൂവാണ് ചെവിയിൽ വെച്ചോ എന്ന് പറയാൻ ആൾക്കാർ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനും ചെവിയിൽ വെച്ചിരിക്കുന്നു. എനിക്കും ഭ്രാന്താണെന്ന് പറഞ്ഞോട്ടെ. എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ടാറ്റാ.